ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ലീവായിരുന്നു. എനിക്കിന്ന് ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞ വീഡിയോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഒന്നും കാണാത്ത ആൾക്കാരായിരിക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു വീഡിയോയും കൂടെ എന്താ പറയുക, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എത്ര പേര് കണ്ടു എന്നറിയില്ല. അപ്പോൾ എന്നോട് പിന്നെയും ആൾക്കാർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ചേച്ചിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തായിരുന്നു എന്ന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുന്നു. അല്ലാതെ ഇടുന്ന വീഡിയോസിൻ്റെ ഇടയിലും എനിക്ക് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ അതിൻ്റെ കമൻറ്റിന് ഞാൻ റിപ്ലൈ നൽകാറുമുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിയുന്നത് 2024 ഫെബ്രുവരി ആ ഒരു ലാസ്റ്റോട് കൂടിയാണ്. മാർച്ചൊക്കെ ആയപ്പോഴാണ്, മാർച്ച് ഫസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് ആ ഒരു സമയത്താണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നറിയുന്നത് പോലും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2023 ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലൊക്കെ എനിക്ക് ബ്രസ്റ്റിലൊരു ലംബ് പ്രത്യക്ഷപ്പെട്ടു, ഒരു ലംബ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദയവായി ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെ അല്ല. പിന്നെ ക്യാൻസറിന് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ ഒരു ലക്ഷണവും ഇല്ല. ആകെ പറയാനുള്ള കാര്യം ഈ ലംബുകൾ മാത്രമാണ്, മുഴകൾ മാത്രമാണ്. കൂടുതലും ക്യാൻസർ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ മുഴകൾ മാത്രമാണ്. അതുകൊണ്ട് ആരും വീഡിയോ കാണുന്നവർ ദയവായി പാനിക് ആവരുത്, ടെൻഷൻ ആവരുത്. പറയുന്ന പല ലക്ഷണങ്ങളും നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു നിങ്ങളൊരു പേടിപ്പിക്കുന്ന സംഭവമായിട്ട് കണ്ട് നിങ്ങൾ പാനിക്കാവരുത്. കാരണം നമുക്കിപ്പോൾ ഒരു പനി വന്നാൽ പോലും അതും ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. പല ക്യാൻസറിനും പനി ഒരു ലക്ഷണമാവാറുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിലൊരു ഫോറിൻ ബോഡി വന്നുകൂടിയാൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പനി വരാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനും ചില ക്യാൻസറിന് പനി ഒരു ലക്ഷണമായി കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് കുറയുന്നത്, അല്ലെങ്കിൽ ശരീരത്തിലെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ കൂടുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനകൾ, അതല്ലെങ്കിൽ നമുക്ക് തല ചുറ്റുന്നത്, BP ലോ ആയി പോകുന്നത്, അങ്ങനെ പലതും നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നും ആയിക്കോണമെന്നില്ല. അതുകൊണ്ട് ആരും ലക്ഷണങ്ങൾ കണ്ട് പേടിക്കരുത്. അപ്പം എല്ലാം ക്യാൻസറും അല്ല. അതുപോലെ തന്നെ എല്ലാ മുഴകളും നമ്മുടെ ശരീരത്തിലിപ്പോൾ പല ഭാഗത്തും മുഴകളുണ്ടാവും. കാലിലോ കയ്യിലോ ബ്രസ്റ്റിലോ ചിലപ്പോൾ നെറ്റിക്കോ ഒക്കെ ആയിട്ട് പല ഭാഗത്തും മുഴകളുണ്ടാവും. എല്ലാ മുഴകളും ക്യാൻസർ അല്ല എന്ന് വെച്ച് മുഴകളെ നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. കാരണം ആ മുഴ എന്താണെന്നുള്ളത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അത് ഒരു ക്യാൻസർ ആവില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, ഭാവിയിൽ അതിന് വല്ല ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന ടെസ്റ്റുകളിൽ വന്നാൽ ഡോക്ടർ ചിലപ്പോൾ പല ഡോക്ടേഴ്സും വെയിറ്റ് ചെയ്യാം, അത് എന്തെങ്കിലും ആവോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയും. അത് അനുവദിച്ച് കൊടുക്കരുത്. അത് ഇനി വെയിറ്റ് ചെയ്യാനുള്ള അവകാശം എനിക്കില്ല, അതെടുത്ത് മാറ്റുക എന്നുള്ളത് ഡോക്ടറോട് തീർച്ചയായും നിങ്ങൾക്ക് പറയാം. ഡോക്ടേഴ്സിന് അതിന് അവർ ബില്ലിങ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആവശ്യം അറിയിക്കാം. നമ്മുടെ ശരീരത്തിൽ വളരുന്ന സാധനമാണല്ലോ, അത് എടുത്തു മാറ്റാൻ നമുക്ക് പറയാമല്ലോ. വേറെ റിസ്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ചില മുഴകൾ എടുത്തു മാറ്റാൻ പറ്റാത്ത മുഴകളുമുണ്ട്. അത് ഡോക്ടേഴ്സ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില റീസൺ ഉണ്ടാവും. അല്ലാതെ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ വളരുന്ന, ബ്രസ്റ്റിലൊക്കെ വളരുന്ന ഒരു മുഴ, ഒരു സാധാരണ ഒരു മുഴയാണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ ഡോക്ടറോട് പറയുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അത് എടുത്തു മാറ്റാൻ തന്നെ പറയാം. റിസ്ക് നമ്മുടെ ശരീരത്തിൽ വെക്കുന്നത് എപ്പോഴും റിസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, വീണ്ടും വരുന്ന ഈ കമൻറ്റുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. എൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് എല്ലാ ലക്ഷണങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഞാനൊരു വീഡിയോ അത് ഇട്ടതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ലക്ഷണം, എൻ്റെ ഇടത് ബ്രസ്റ്റിൻ്റെ മോൾ ഭാഗത്തായിട്ട് കണ്ട ഒരു ചെറിയ തടിപ്പായിരുന്നു, വളരെ ചെറിയ തടിപ്പായിരുന്നു. ഒരു 4 മാസം കൊണ്ടാണ് ആ തടിപ്പ് അത്യാവശ്യം വലിപ്പം വെച്ചത്. അപ്പോഴത്തേക്കും ഞാൻ ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നെഗറ്റീവായിട്ടായിരുന്നു വന്നത്.
പക്ഷേ പിന്നെയും എനിക്ക് ഏകദേശം ഈ ഒരു ലംബ് ബ്രസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു 2 മാസത്തിനുള്ളിൽ വീണ്ടും എനിക്ക് ഷോൾഡർ പെയിൻ വന്നു. ആ സെയിം ഭാഗത്തെ ഷോൾഡറിനും കൈക്കും പെയിൻ വന്നു. അതിനെ പെയിൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു കഴപ്പ്, ഒരു തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴപ്പല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഒരു കട്ടുറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഭാഗം മൊത്തം ഒരു കഴപ്പല്ലേ വരുന്നത്. അതൊരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കഴപ്പ്. അതായിരുന്നു കൈക്ക് വന്നുകൊണ്ടിരുന്നത്. കൈക്കും ഷോൾഡറിനും ഒരു കഴപ്പ്. അതെനിക്ക് പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം അല്ലാതെ എനിക്ക് എന്താ പറയുക, ആ വേദന കുറയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ക്യാൻസർ വേദനകൾ റെസ്റ്റ് ചെയ്താൽ മാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് രാത്രി കിടക്കുമ്പോഴും ഒക്കെ ആ പെയിൻ ഉണ്ടായിരുന്നു കൈക്ക്. അത് കുറയുന്നില്ലായിരുന്നു. ഞാൻ പല എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും ഷോൾഡർ പെയിൻ കുറയുന്നില്ലായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ലക്ഷണം. പിന്നെ മൂന്നാമതായി കാണപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിപ്പിൾ കുറച്ചൊന്ന്, അധികമൊന്നുമില്ല, ഒരു ലേശം ഉള്ളോട്ട് വലിഞ്ഞതായിട്ട് എനിക്ക് തന്നെ തോന്നി. പക്ഷേ അത് ഒറ്റയടിക്ക് നോക്കിയാൽ കാണില്ല. ഞാനിങ്ങനെ എന്താ പറയുക, ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലേശം ഉള്ളോട്ടൊന്നായി എന്ന് തോന്നിയപ്പോൾ ഞാനത് കൂടുതലായി ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. അതാണ് എൻ്റെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഇത് മതിയല്ലോ, ഇത്ര ലക്ഷണമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പല പല ലക്ഷണങ്ങളും വന്നത് ഞാൻ വീഡിയോസ് ചെയ്തതാണ്. എന്തൊക്കെയായിരുന്നു തുടക്കം തൊട്ടേ എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്ന ശേഷമാണ് ഈ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ വന്നത് എന്ന് ഞാൻ വീഡിയോസ് വ്യക്തമായി ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ അതാണ്. പിന്നെ എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം കണ്ട് കാണുന്ന ആൾക്കാർ ദയവേത് പേടിക്കരുത്. കാരണം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന പല ലക്ഷണങ്ങളും ബാക്കിയുള്ള അസുഖങ്ങളുടെയും കൂടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് ഓർത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് അസുഖം വന്നാലും പേടിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടിയോടുകൂടി നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഒരു പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് നമുക്ക് മെൻ്റലി പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കും. അത് നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഒരു അസുഖമുണ്ടോ എന്നത് കൺഫേം ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് എന്താ പറയുക, അസുഖം കണ്ടുപിടിക്കാൻ പറ്റാതായി പോകുന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരുടെയും വീഡിയോസും ഉണ്ട്, ഞാൻ പലരെയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുപോലെ മുഴകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ മുഴയോടനുബന്ധിച്ച് ഇപ്പോൾ ചുമ്മാ ഒരു ഷോൾഡർ പെയിൻ വന്നു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഷോൾഡർ പെയിൻ ഒരു പക്ഷേ വല്ല മസിൽ സ്പ്രെയിനോ അല്ലെങ്കിൽ കൈക്ക് വരുന്ന എന്തെങ്കിലും നീരോ ഒക്കെ കൊണ്ടായിരിക്കാം. ബ്രസ്റ്റിലൊരു ലംബ് കാണുകയോ അല്ലെങ്കിൽ കക്ഷത്തിലൊരു കഴല കാണുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നെഞ്ചിലോ കക്ഷത്തിലോ ആ ബ്രസ്റ്റിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഏരിയകളിൽ ഒരു തടിപ്പോ മുഴയോ എന്തെങ്കിലും കാണുകയോ അതിനോടനുബന്ധിച്ച് കൈക്ക് വേദന വരികയോ ചെയ്യുകയാണെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. എനിക്ക് ക്യാൻസർ വരില്ല എന്നൊന്നും ആരും ചിന്തിക്കരുത്. ഞാനും അങ്ങനെ ഒരു നാൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് വരില്ലായിരിക്കും എന്ന്. പക്ഷേ എനിക്ക് വന്നു. അതുപോലെ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പം ഇനി ആൾക്കൊന്നും ക്യാൻസറിനില്ല. ക്യാൻസർ ആരെ വേണേലും ബാധിക്കാം. അതുകൊണ്ട് ആരും ഓവർ കോൺഫിഡൻസ് ആവരുത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളെ മുന്നിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതിനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് തള്ളാം അല്ലേ കൊള്ളാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതിനേക്കാളും നല്ലത് നല്ല ഒരു സർജനെ, അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് നല്ലൊരു സർജനെ തന്നെ കാണിക്കുക. എക്സ്പീരിയൻസ് ഉള്ള, നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു പൊളൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സർജനെ കാണിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഡോക്ടറെ കാണിക്കാം. എപ്പോഴും ഓങ്കോളജി ഡോക്ടർമാരൊക്കെ ഒരുവിധം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്ന ആൾക്കാരാണ്. ബാക്കി പല ഡോക്ടേഴ്സും നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കാറില്ല. അവർ ആദ്യം നമ്മളോട് പറയാം, നിങ്ങൾ യൂട്യൂബിലും നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്, അങ്ങനെയൊന്നും അല്ല എത്തിക്സ്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതൊന്നും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഡോക്ടറെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാലും. എനിക്ക് അങ്ങനെ ഒരു ഡോക്ടറെ കിട്ടിയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ നിർഭാഗ്യം. പക്ഷേ ഇപ്പം ഞാൻ കാണിക്കുന്ന ഡോക്ടേഴ്സൊക്കെ വളരെ നല്ല ഡോക്ടേഴ്സാട്ടോ. ഇപ്പം ഞാൻ ഓങ്കോളജി കാണിക്കുന്ന ഡോക്ടേഴ്സൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് ആദ്യം ഞാൻ കാണിച്ചിരുന്ന എൻ്റെ സർജൻ, അദ്ദേഹം എന്നെ മനസ്സിലാക്കിയില്ല. അതാണ് ഏറ്റവും എനിക്ക് പറ്റിയ അബദ്ധം. അത് പിന്നെയും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാം നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങളാണല്ലോ. അപ്പം എങ്ങനെ എന്തെങ്കിലും മുഴകളോ അതിനോടനുബന്ധിച്ച് കൈക്കോ എവിടെയെങ്കിലും വേദനയോ ഒക്കെ വരികയാണെങ്കിൽ നമ്മളൊന്ന് കെയർഫുള്ളാവുക. കറക്റ്റ് അത് ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ടെസ്റ്റുകൾ തന്നെ ചെയ്യുക. ചുമ്മാ ഒരു USG എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞെന്ന് വരില്ല. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനടക്കം അതിൻ്റെ
ദൃക്സാക്ഷിയല്ല, ഞാനടക്കം അതിൻ്റെ രക്തസാക്ഷിയാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ സ്കാനിങ്ങിലൊന്നും അറിഞ്ഞില്ല, കുത്തിയെടുത്ത ടെസ്റ്റിലും അറിഞ്ഞില്ല. അപ്പോൾ ദയവായി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മുഴയിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്ത് വിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ടിഷ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ചെറിയ കുഞ്ഞു മുഴയൊക്കെ ആണെങ്കിൽ ഈ നീര് കുത്തിയെടുക്കുന്ന ടെസ്റ്റിൽ കറക്റ്റായിട്ട് കിട്ടില്ല, അത് ഉറപ്പാണ്. കറക്റ്റായിട്ട് കിട്ടില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമാണ്. ചെറിയ മുഴകൾക്കൊക്കെ കിട്ടാൻ പാടാണ്. കുറച്ച് മുഴ വലുതാകുകയാണെങ്കിൽ നമുക്ക് നീര് കുത്തിയെടുക്കാൻ കിട്ടും. പക്ഷേ ചെറിയ കുഞ്ഞു മുഴകളാണെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ടിഷ്യൂ അതിലേക്ക് വന്നില്ല എന്ന് വരും. അപ്പോൾ അത് റിസൾട്ട് തെറ്റും. എത്ര വലിയ ലാബിൽ നിന്നാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഡോക്ടറാണ് നമുക്കത് ചെയ്തതെന്ന് പറഞ്ഞാലും റിസൾട്ട് ചിലപ്പോൾ തെറ്റിയെന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് അങ്ങോട്ട് അഭിപ്രായം പറയുക, എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വിടാൻ വല്ല മാർഗ്ഗമുണ്ടോ. ഡോക്ടർ ചിലപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഒന്ന് കട്ട് ചെയ്ത് വിട്ടോടെ, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഡോക്ടറെ പറഞ്ഞ് ധരിപ്പിക്കുക. ഡോക്ടർ അതിന് വില്ലിങ് ആയില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ നമുക്ക് എന്താ പറയുക, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഈ വിഷമം മനസ്സിലാവുന്നൊരു ഡോക്ടറെ കാണിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക. അതൊക്കെ നിവൃത്തിയുള്ളൂ. കാരണം ഞാനടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് അവയർനെസ്സുമായി സോഷ്യൽ മീഡിയ വഴി വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിലെ ലേഖ എന്ന് പറയുന്ന ചേച്ചി പറയുന്ന കാര്യം അത് തന്നെയാണ്. അവർക്കൊരു മുഴ ഉണ്ടായിരുന്നു, അത് കുത്തിയെടുത്ത് വിട്ടത് അറിഞ്ഞില്ല, സ്കാൻ ചെയ്തിട്ട് അറിഞ്ഞില്ല. ലാസ്റ്റ് അവർ ഡോക്ടറോട് അങ്ങോട്ട് അപേക്ഷിച്ചു ഒന്ന് അത് കട്ട് ചെയ്ത് വിടുമെന്ന്. അപ്പോഴും ഡോക്ടർ അത് വളരാൻ വെച്ചു. ഇത് വളരാൻ എന്താ വല്ലോ ചേമ്പോ ചേനയോ കാച്ചിലോ അങ്ങനോ ആണോ? അല്ലല്ലോ, ഇതൊരു രോഗമല്ലേ. അതിനെ വളരാൻ വെച്ചാൽ അത് കൂടുതൽ സ്പ്രെഡായി, മറ്റുള്ള രോഗം പോലെ അല്ലല്ലോ, പെട്ടെന്ന് സ്പ്രെഡായി മറ്റുള്ള അവയവങ്ങളിലേക്കും ബാധിച്ച് നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു രോഗമായതുകൊണ്ട് ഇത് വളരാൻ വെക്കുക എന്നുള്ളൊരു ഡോക്ടർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പം നമ്മൾ ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ കെയർഫുൾ ആവുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ല. നിങ്ങൾക്ക് 1-2 ഡോക്ടറെ കാണിച്ചിട്ട് നടപടിയായില്ലെങ്കിൽ നിങ്ങൾ നടപടിയാവും വരെ ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതേ ഉള്ളൂ മാർഗം. അപ്പം ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. വീണ്ടും ഇങ്ങനെ കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് ഞാൻ എല്ലാ ലക്ഷണങ്ങളും പറയുന്നില്ല. കംപ്ലീറ്റ് ലക്ഷണങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോ എടുത്ത് കാണുക. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതായിരുന്നു. എൻ്റെ ബ്രസ്റ്റിൽ വന്ന ചെറിയൊരു തടിപ്പ്. എനിക്കങ്ങനെ ലംബല്ല, ഒരു തടിപ്പ് തന്നെയാണ് വന്നത്. ഒരു ഷേപ്പില്ലാത്തൊരു തടിപ്പ്. അത് തൊട്ട് നോക്കി അതിനൊരു ഷേപ്പ് ഉണ്ടായിരുന്നില്ല. ഷേപ്പില്ലാത്ത ഒരു കുഞ്ഞി തടിപ്പ്. ആ തടിപ്പ് പിന്നെ ഒരു 4 മാസം കൊണ്ടൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചു. പിന്നെ ആ തടിപ്പ് വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൈക്കും ആ ഭാഗത്തെ കൈക്കും ഷോൾഡറിനും ഒക്കെ ഒരു ശരിക്കും തേനീച്ചയൊക്കെ കുത്തിയാൽ ഉണ്ടാവുന്ന പോലത്തെ പെയിൻ, കടച്ചിൽ തുടങ്ങി. അതെനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല. റെസ്റ്റ് എടുത്താലും ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല. പെയിൻ കില്ലർ കഴിച്ചാൽ അപ്പോഴത്തെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വരുന്നുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്തു, എന്നിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. മൂന്നാമത് വന്ന പ്രധാനപ്പെട്ട ലക്ഷണമാണ് എൻ്റെ നിപ്പിള് കുറച്ചുനുള്ളോട്ട് വലിഞ്ഞു എന്നുള്ളത്. വേറെ പിന്നെ ലക്ഷണങ്ങളൊന്നും വരേണ്ടി വന്നില്ല. പിന്നെ ലക്ഷണങ്ങൾ വന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ പടമായി ഭിത്തിയിലിരുന്നേനെ. വേറെ ലക്ഷണങ്ങളൊന്നും അതുകൊണ്ട് വരാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഡോക്ടറെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ചതായിരുന്നു. ദൈവഭാഗ്യത്താൽ ആ ടെസ്റ്റ് തന്നെ അറിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ലക്ഷണങ്ങൾ. അപ്പം ഇനിയും വീഡിയോ കാണുന്ന ആൾക്കാർ എന്താ പറയുക, ഇനി ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട 3 ലക്ഷണങ്ങൾ. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പറയുന്ന ലക്ഷണങ്ങളാണ് ഇത് 3. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്കതൊന്നും ആയിരിക്കില്ല. ആർക്കും അങ്ങനെ വരികയില്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷേ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ചികിത്സ തേടാതിരിക്കരുത്, അല്ലെങ്കിൽ അതിന് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. നമുക്ക് സ്വയം ഒന്നും കണ്ടെത്താൻ കഴിയില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ക്യാൻസറസ് പിന്നെ ലംബുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്കത് കട്ടിയിലായിരിക്കും, ചിലർക്കത് ഷേപ്പില്ലാതായിരിക്കും, ചിലർക്ക് തെന്നി മാറുന്നതും ഉണ്ട്. തെന്നി മാറുന്ന മുഴകൾ ക്യാൻസറസ് അല്ല എന്നൊക്കെ പറയുന്നത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തെന്നി മാറുന്ന മുഴകളും ക്യാൻസറസ് ആവുന്നുണ്ട്. പിന്നെ കട്ടിയുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളത് വരെ അങ്ങനെ ആവുന്നുണ്ട്. അങ്ങനെ പലരും ഇപ്പോൾ ഇന്ന മുഴ എന്ന് നമുക്ക് അങ്ങനെ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവേ ക്യാൻസറസ് മുഴകൾ ഒരു ഷേപ്പില്ലാത്തതും എന്താ പറയുക കട്ടിയുള്ളതും വേദനയില്ലാത്തതും ഒക്കെയാണ്. പക്ഷേ വേദനയുള്ളതും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മളൊന്ന് സ്നേഹിക്കുക. എന്ത് അസുഖം വന്നാലും
അത് പോട്ടെ പിന്നെ കാണിക്കാം എന്നുള്ള ആ ഒരു വിചാരം, തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും തിരക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. കുളിക്കുന്ന സമയത്തൊക്കെ എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാം. അപ്പം ആരും ക്യാൻസറിനെ വിചാരിച്ച് പേടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഭയപ്പെടുകയോ ഒന്നും വേണ്ട. എല്ലാ അസുഖം പോലെയും നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ 100% മാറ്റാൻ പറ്റുന്നൊരു അസുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, 1 കോടി ആൾക്കാരുടെ മുന്നിൽ ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേരുണ്ടാവും അറിയാത്ത ആൾക്കാർ, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർ. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനൊരു പ്ലാറ്റ്ഫോം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയല്ല, ഈ അസുഖം ആർക്കും വരരുത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുടക്കത്തിലെ ചികിത്സ ചെയ്ത് മാറ്റണം. കുറേ അമ്മമാരാണ്, ചേച്ചിമാരാണ്, മക്കളാണ്, സഹോദരിമാരാണ്. അപ്പം ആർക്കും ആരെയും നഷ്ടപ്പെടരുത്. നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മൂലം കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ നഷ്ടപ്പെടരുത്, എന്താ പറയുക, സഹോദരന്മാരെ നഷ്ടപ്പെടരുത്, ഭാര്യമാരെ നഷ്ടപ്പെടരുത്, മക്കളെ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളും ഇത് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പലരുടെ നെഗ്ലിജൻസ്, ഡോക്ടേഴ്സിൻ്റെ ആയാലും പോലും നെഗ്ലിജൻസ് കൊണ്ട് പലർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കൂടുതൽ പേരിലേക്ക് ഇങ്ങനൊരു സംഭവം എത്തുമ്പം കുറച്ച് പേരെങ്കിലും ഇതിൽ കുറച്ച് ഒരു അവെയർനെസ് ഉണ്ടായിരിക്കും. ഒരാളുടെ ജീവനെങ്കിലും നമ്മളുടെ ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ക്യാൻസർ എന്താ പറയുക വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ പയ്യെ ശാസ്ത്രം വളരുകയല്ലേ, കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കാം. അപ്പം ബൈ.